അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളെ റെസിപ്പി ചക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മളിതാ കുറച്ച് ചക്കച്ചുളകൾ നല്ല വൃത്തിയാക്കിയിട്ട് ഉള്ളത്തെ കുരുവൊക്കെ കളഞ്ഞ് ഒരു സൈഡ് മാത്രം ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. അധികം പഴുത്ത് കുഴഞ്ഞു പോകരുത്. ഇതുപോലെ നല്ല മധുരമുള്ള നല്ല പഴുത്ത ചക്കയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഒരു സൈഡ് മാത്രം പൊളിച്ച് കുരുവൊക്കെ കളഞ്ഞെടുത്തതാണ്. ഈ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. 3 കയ്യിൽ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ കയ്യിലിന് ഒരു കയ്യിൽ അരിപ്പൊടിയും കൂടെ നമുക്കിതിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. നമുക്ക് വെള്ളം വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത്തിരി ലൂസായി പോകരുത്, അപ്പോൾ നമ്മുടെ ചക്കയുടെ മുകളിലൊന്നും തീരെ മാവ് പിടിക്കില്ല. ഇതുപോലെ മുറിഞ്ഞു വീഴുന്നൊരു പരുവത്തിലാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 10 കാഷ്യൂ ഒന്ന് നുറുക്കിയെടുത്തതാണ്, അത് ഇട്ട് കൊടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ റവ, ഒരു അരമുറി തേങ്ങ ചിരകിയെടുത്തത്, ഒരു നുള്ള് നല്ല ജീരകം, കുറച്ച് ഏലക്ക പൊടിച്ചെടുത്തും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം റവ ചേർത്ത് കൊടുത്തിട്ട് ഈ നെയ്യിലൊന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. റവ ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ കളറൊന്നും മാറിപ്പോവരുത്, എന്നാൽ നെയ്യിലൊന്ന് മൂത്തിട്ട് നല്ലൊരു ഫ്ലേവർ കയറും വേണം. ഇനി നമ്മൾ നല്ല ജീരകവും ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരത്തിന് ആവശ്യമായി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാരയും കൂടി ചേർത്തൊന്ന് ഇളക്കിയിട്ട് ഈ ഫില്ലിങ്സ് ഒരു കുഴഞ്ഞ പരുവാവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഒന്ന് കുഴഞ്ഞ് കിട്ടും. അപ്പോൾ അതാ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫില്ലിങ്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. നമ്മൾ പൊളിച്ച് വെച്ചിട്ടുള്ള ഓരോ ചക്കച്ചുള എടുത്തിട്ട് പൊട്ടി പോകരുത്, അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ ഫില്ലിങ്സ് വീതം വെച്ച് കൊടുക്കാം. ഒന്ന് അമർത്തി കൊടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാ ചുളകളും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെടുത്ത് വെച്ചുള്ള ചക്കച്ചുളകളൊക്കെ നമ്മൾ ഫില്ലിങ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മാവിലൊന്ന് മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ മാവിൽ മുക്കിയിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ആദ്യം നമ്മളെ തുറന്ന ഭാഗം മാവ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എണ്ണയിൽ പൊട്ടി ഫില്ലിങ്സ് പുറത്തേക്ക് വരുമൊന്നുമില്ല. നന്നായിട്ട് മുക്കിയിട്ട് എല്ലാ സൈഡും കവറായതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മറച്ചിട്ട് കൊടുക്കാനായിട്ടുണ്ട്. നമുക്ക് മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മളെല്ലാം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചക്ക നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ ഒന്ന് വറുത്ത് കോരാം. അപ്പോൾ നമ്മുടെ മുഴുവൻ സ്നാക്സ് നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തമായിട്ട് കവറായി വന്നിട്ടുണ്ട്. എവിടെയും പൊട്ടി ഫില്ലിങ്സ് പുറത്തേക്ക് വന്നിട്ടൊന്നുമില്ല. നന്നായി കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.